ഹായ് ഫ്രണ്ട്സ്, ഈ മഴക്കാലത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 5 വിസിൽ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് ഉടച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതിനുശേഷം ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒറിഗാനോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇത് അല്പം വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് ആ ഒരു മഞ്ഞ കളർ കുറച്ച് കൂടിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കുറച്ച് വെള്ളം അതിൽ കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ പീസാക്കിയത് കൊണ്ടാണെന്ന് തോന്നും അത്രയും വെള്ളം അത് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കയ്യിൽ പറ്റാതെ ഇതുപോലെ ബോളാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് കടലപ്പൊടി കുറച്ച് ആഡ് ചെയ്തത്. കടലപ്പൊടി സ്കിപ്പ് ചെയ്യാന്നുള്ളവർക്ക് തീർച്ചയായും അത് സ്കിപ്പ് ചെയ്യുക. കാരണം ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. കടലപ്പൊടി ഒഴിവാക്കാം. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ എടുക്കുന്നവർക്ക് ബട്ടർ പേപ്പർ എടുക്കാം. അതല്ല ബട്ടർ പേപ്പർ കയ്യിലില്ല, ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഇതാക്കി എടുക്കുന്നത്. ഒന്ന് ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്ത് അത് നല്ല സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാമെന്നാണ്. അല്ലാതെ ഇപ്പം നമ്മളിത് മുറിച്ചെടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഫ്രീസറിലൊക്കെ വെക്കുമ്പം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇത് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എടുത്തിയാണ് 1 മണിക്കൂർ. അതിന് ശേഷം കണ്ടില്ലേ, ഇത് കട്ട് ചെയ്യാൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. കാരണം അത് നമുക്ക് ഒട്ടും എന്താ പറയുക കുഴഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് എണ്ണയിലേക്ക് എടുത്തിടാം. അപ്പം ഇതിന് ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്. കാരണം എൻ്റെ പാത്രം ഇത്രയും അധികം ലെങ്ത്ത് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ പീസസ് ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മിഡിലും കൂടി ഒന്ന് പീസസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല എത്ര സ്ട്രോങ് ആണ് ആ ഓരോരോ പീസസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എൻ്റെ പാത്രം അത്ര വലിപ്പമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അതേറ്റവും ലെങ്ത്ത് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഭംഗി. ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അത് ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു ലെങ്ത്തിലിരിക്കുമ്പോഴാണ് കാണാൻ ഭംഗിയെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പാത്രത്തിന് ഇത്രയും സൈസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാം ഒറ്റ തവണയാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മളിതിൽ കടലപ്പൊടി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആ ഒരു കൂട്ട് നല്ലപോലെ കയ്യിലൊട്ടിപ്പിടിക്കാതെ നമുക്ക് ബോളാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് കടലപ്പൊടി ആഡ് ചെയ്യണമെന്നില്ല. എനിക്ക് ആ കൂട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത്യാവശ്യം വെള്ളം അതിൽ ഉരുളക്കിഴങ്ങ് കുടിച്ചു പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കൂട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ശരിക്കും നമ്മൾ അതിലേക്ക് കടലപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊന്ന് വറുത്തെടുത്ത് ഞാൻ കോരി എടുക്കുകയാണ് കേട്ടോ. കടലപ്പൊടി ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ ആക്കിയാലും ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സെർവ് ചെയ്തിട്ട് കാണിക്കാം.